പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ ധന്യ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഞാൻ ക്രിസ്തുവിൽ സ്നേഹിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും 3-ാം മാസത്തിൻ്റെ 18-ാമത്തെ പ്രഭാത വന്ദനം കൂടെ അറിയിക്കുന്നു. ലോകമെമ്പാടുമായിരുന്നു കൊണ്ട് ഈ പ്രഭാതവും ഈ വചന സന്ദേശം ശ്രവിക്കുന്ന എല്ലാ ദൈവദാസന്മാർക്കും വാത്സല്യ കുഞ്ഞുങ്ങൾക്കും എൻ്റെ ഹൃദയത്തിൻ്റെ ആഴമേറിയ സ്നേഹത്തെയും വന്ദനത്തെയും നന്ദിയും ഒപ്പം പ്രാർത്ഥനയും അറിയിക്കുന്നു. പ്രാർത്ഥനയോടുകൂടെ ഈ പ്രഭാതവും വചന സന്ദേശത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. സങ്കീർത്തനക്കാരൻ ഇപ്രകാരം പാടുന്നു: എളിയവനെ ആദരിക്കുന്നവൻ ഭാഗ്യവാൻ, അനർത്ഥ ദിവസത്തിൽ യഹോവ അവനെ വിടുവിക്കും. നാം ചില നാളുകൾക്ക് മുമ്പ് ഈ സങ്കീർത്തന ഭാഗം, ഈ വാക്യം നാം ധ്യാനിപ്പാനിടയാകാം. എന്നാൽ ഈ പ്രഭാതം ഒരിക്കൽ കൂടെ അവൻ പരിശുദ്ധാത്മാവിൽ ധ്യാനിപ്പാൻ ശരണപ്പെടുന്നു. ദൈവത്തിന് നമുക്ക് പ്രാർത്ഥനയോടുകൂടെ ആയിരിക്കാം. വേദപുസ്തകത്തിൽ നല്ലൊരു ഭാഗവും എളിയവരെയും ദരിദ്രരെയും വിധവമാരെയും അനാഥരെയും രോഗികളെയും സംരക്ഷിക്കുന്നതിനെ പറ്റിയും അവരുടെ ഉദ്ധാരണത്തിനായി പ്രവർത്തിക്കേണ്ടതിനെ പറ്റിയും ആണെന്നുള്ളത് ശ്രദ്ധേയമാണ്. എന്നാൽ ദരിദ്രനെ അവൻ്റെ കയ്യിൽ ഉള്ളതും കൂടി പിടിച്ചു പറിച്ച് കൂടുതൽ ദരിദ്രനാക്കുകയും എളിയവനെ ചവിട്ടിത്താഴ്ത്തി അവൻ്റെ മേൽ കയറി നിന്ന് സമ്പന്നരാകുകയും ചെയ്യുന്നവർ കൂടി വരുന്ന ഒരു കാലത്തിലാണ് നാം ജീവിക്കുന്നത്. യേശുക്രിസ്തുവിൻ്റെ ഉപദേശങ്ങളും സംസാരങ്ങളും മാത്രമല്ല ലാളിത്യമുണ്ടായിരുന്നത്. ലോകത്തിൽ ഒരു പരമദരിദ്രനായി പിറന്നു ദരിദ്രനായി ജീവിച്ചു മരിച്ചവനാണ് ക്രിസ്തു. ജീവിതത്തിലും സംഭാഷണത്തിലും പാർപ്പിട കാര്യങ്ങളിലും എല്ലാ നിലകളിലും കഷ്ടവും ദാരിദ്ര്യവും അനുഭവിച്ചതുപോലെ യേശുക്രിസ്തു അനുഭവിച്ച കഷ്ടതയും ദാരിദ്ര്യവും പോലെ ലോകത്തിൽ ഒരു വ്യക്തിയും അത്ര അനുഭവിച്ചിട്ടുണ്ടാകുകയില്ല. ദൈവത്തിന് മനുഷ്യനാകാൻ കഴിഞ്ഞു, എന്നാൽ മനുഷ്യന് നല്ലൊരു മനുഷ്യനാകാൻ ഇന്ന് വരെയും കഴിയുന്നില്ല. നമുക്ക് വേണ്ടി ദരിദ്രനായി തീർന്ന കർത്താവിനെ ആദരിക്കുന്നവൻ ഭാഗ്യവാൻ എന്നാണ് സങ്കീർത്തനക്കാരൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. യേശുവിനെ ആദരിക്കുക എന്ന് പറഞ്ഞാൽ തൻ്റെ വചനങ്ങൾ അനുസരിച്ച് ജീവിക്കുകയും കർത്താവിനെ സ്നേഹിക്കുകയും ചെയ്യുക എന്നതാണ് അതിൻ്റെ അർത്ഥം. നമ്മുടെ ജീവിതത്തിൽ എളിയവരിൽ എളിയവനായ യേശുക്രിസ്തുവിനെ ആദരിക്കുക എന്നുള്ളതാണ് ഏറ്റവും ശ്രേഷ്ഠമായ കാര്യം. ക്രിസ്തുവിനെ ആദരിച്ച് ഇറങ്ങിയിട്ടുള്ള ബഹുഭൂരിപക്ഷം ജനങ്ങളും ഇന്ന് ദൈവത്താൽ മാനിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. നമ്മുടെ മാന്യതയുടെ അടിസ്ഥാനം ക്രിസ്തുവിനെ ആദരിക്കുന്നതിൽ ആയിരിക്കണം. എളിയവർക്ക് നീതിയും ന്യായവും നടത്തി കൊടുത്തില്ലെങ്കിലും അവനെ ഉപദ്രവിച്ചാലും അവൻ്റെ വസ്തുവക അപകരിച്ചാലും അവന് വേണ്ടി വാദിക്കുവാനും ചോദിക്കാനും ആരും വരികയില്ല എന്ന് ആണ് പലരുടെയും ധാരണ. എന്നാൽ അവന് വേണ്ടി ചോദിക്കുവാനും അവൻ്റെ സൃഷ്ടാവായ ദൈവം മുകളിലുണ്ടെന്ന് നാം തിരിച്ചറിയുക. നാം ഈ സ്തോത്രം ഹല്ലേലൂയ. എളിയവനെ നാം പീഡിപ്പിക്കുമ്പോൾ, എളിയവരെ നാൾക്കുനാൾ നാം നിന്ദിക്കുമ്പോൾ, പരിഹസിക്കുമ്പോൾ അവന് വേണ്ടി ഒരു ദൈവം വാദിക്കാനുണ്ടെന്ന് നാം തിരിച്ചറിയണം. എളിയവൻ്റെ പീഡയും അവഗണനയും കണ്ട് അടങ്ങിയിരിക്കുന്നവനല്ല സ്നേഹവാനായ ദൈവം. എളിയവരെ ഉപദ്രവിക്കുന്ന അവരോട് ദൈവം എങ്ങനെ ഇടപെടുന്നു എന്ന് വചനം വളരെ വ്യക്തമായി വെളിപ്പെടുത്തുന്നു. താൽക്കാലികമായ ഈ ലോക ജീവിതത്തിലും നമ്മുടെ താഴ്ചകളെ മാറ്റുവാനും മറ്റുള്ളവരുടെ ഇടയിൽ നമ്മെ മാനിക്കുവാനും ദൈവം കരുതലുള്ളവനാണ്. ആമേൻ. ദൈവത്തെ സ്നേഹിക്കുകയും ദൈവഹിതപ്രകാരം ജീവിക്കുകയും ചെയ്തിരുന്ന ആട്ടിടയനും ഒടുവിൽ ഇസ്രായേലിൻ്റെ രാജാവുമായി തീർന്ന ദാവീദിൻ്റെ ജീവിതം നമുക്ക് ഒരു പാഠമാണ്. ഒരു ദരിദ്രൻ്റെ ഉയർച്ചയിൽ സന്തോഷിക്കുവാൻ കഴിയാതെ അസൂയയുമായി നടക്കുന്നവർ അരങ്ങു തകർക്കുന്ന ലോകത്തിലാണ് നാം ഇന്ന് ജീവിക്കുന്നത്. ബിസിനസ്സുകൾ മെച്ചപ്പെട്ടാൽ, ഉന്നത വിദ്യാഭ്യാസം നേടിയാൽ, ഉന്നത ജോലി ലഭിച്ചാൽ, വലിയ വീട് പണിതാൽ, വില കൂടിയ കാർ മേടിച്ചാൽ, നല്ല വിവാഹബന്ധങ്ങൾ ലഭിച്ചാൽ, ഇങ്ങനെ അസൂയയുടെ പട്ടിക നിരത്തി വെച്ചാൽ എണ്ണമറ്റതാണ്. ദൈവത്തെ ആരാധിക്കുന്ന ദൈവമക്കൾ നല്ല ഭവനത്തിൽ പാർത്തുകൊണ്ടും നല്ല വസ്ത്രം ധരിച്ചും നല്ല ഭക്ഷണം കഴിച്ചും നല്ല വാഹനത്തിൽ സഞ്ചരിച്ചും ജീവിക്കണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ദരിദ്രനെ കുപ്പയിൽ നിന്നും ഉയർത്തുന്ന ദൈവമാണ്.
ദുഃഖിച്ച് കരയുന്നവനെ കരകയറ്റുകയും താണവനെ ഉയർത്തുകയും ചെയ്യുന്ന നമ്മുടെ ദൈവം യേശു ഈ ഭൂമിയിൽ ദരിദ്രനായി ജനിക്കുകയും ദരിദ്രനായി ജീവിക്കുകയും ചെയ്തതുകൊണ്ട് തന്നെ ആദരിക്കുന്നവരും ആരാധിക്കുന്നവരും ദരിദ്രരായി ജീവിക്കുവാൻ യേശുക്രിസ്തു ആഗ്രഹിക്കുന്നില്ല. നാം വിളിച്ചപേക്ഷിക്കുമ്പോൾ നമ്മുടെ അടുക്കലേക്ക് വരുവാനും നമ്മെ ആശ്വസിപ്പിക്കുവാനും ദൈവം നമ്മെ ഓർക്കുകയും നമ്മെ ഉയർത്തുകയും ചെയ്യുന്നു. ഇതെല്ലാം കൂടാതെ ഇത്ര മഹത്വവാനായ കർത്താവ് തൻ്റെ ജനത്തിൻ്റെ കൂടെ ഇരുന്ന് വഴി നടത്തുന്നവനും തൻ്റെ മക്കൾക്ക് ആലോചന പറഞ്ഞു കൊടുക്കുന്നവനുമാണ്. നമ്മുടെ ദൈവം ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതത്തിലും എളിയവനെ നാം ആദരിച്ചാൽ നമ്മുടെ സന്തതികളെയും ദൈവം ആദരിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യും. അതിന് സംശയമില്ല. എത്രയോ പ്രിയപ്പെട്ടവർ, ആമേൻ, കടഭാരങ്ങളിലായിരിക്കുന്നവർ, ആമേൻ, ബലഹീനതയിൽ ചികിത്സിപ്പാൻ സാമ്പത്തികമില്ലാതെ എത്രയോ പ്രിയപ്പെട്ടവർ ക്യാൻസർ രോഗങ്ങളിലായിരിക്കുന്നവർ, സ്വന്തം ഭവനമില്ലാതെ ഭാരപ്പെടുന്നു, ഒരു സെൻറ്റ് ഭൂമിയില്ലാതെ ഈ ഭൂമുഖത്തായിരുന്നു കൊണ്ട് നിലവിളിക്കുന്ന എത്രയോ പ്രിയപ്പെട്ടവർ, ആമേൻ, കർത്താവിൻ്റെ ദാസിദാസന്മാരെ, ഈ പ്രഭാതം നാം എളിയവരെ ആദരിക്കുമ്പോൾ ആമേൻ, നമ്മുടെ ദൈവം നമുക്കായി അത്ഭുതങ്ങളെ ചെയ്യുവാനിടയായി, നമ്മുടെ തലമുറകളെ ദൈവം ആദരിപ്പാനിടയായി. ഇന്ന് പ്രഭാതത്തിൽ സ്തോത്രം, എളിയവരെ ആദരിപ്പാൻ ഒരു നല്ല മനസ്സുണ്ടാകണം. ഒരുവനെ ആദരിക്കണമെങ്കിൽ ആമേൻ, നമ്മുടെ ഹൃദയത്തിനകത്ത് ആമേൻ സ്തോത്രം, ആ വ്യക്തിയെക്കുറിച്ച് ഒരു ആമേൻ ഹാലിലെ കരുതൽ, ആമേൻ സ്നേഹം നമുക്കുണ്ടായിരിക്കും. ഇന്ന് പ്രഭാതം നമ്മുടെ കർത്താവിന് നമ്മോട് ആമേൻ എത്രമാത്രം സ്നേഹമുണ്ടെന്ന് നാം തിരിച്ചറിയും. പാപച്ചേറ്റിക്കിടന്ന് നമ്മെ, നാശകരമായ കുഴികളിൽ കിടന്ന് നമ്മെ കർത്താവ് സ്നേഹിച്ചത് കൊണ്ടല്ലേ ഈ മാന്യതയും ഈ ആദരവും നമുക്ക് ലഭിക്കുവാനിടയായത്. ഇന്ന് പ്രഭാതത്തിൽ ഈ ശബ്ദം ശ്രവിക്കുന്ന ദൈവദാസന്മാരെ കഴിയുമെങ്കിൽ ആമേൻ സ്തോത്രം, എളിയവരെ ആദരിക്കുക. ആമേൻ, അത് മുഖാന്തരം നമ്മെയും നമ്മുടെ തലമുറകളെയും ദൈവം അനുഗ്രഹിപ്പാനിടയാകും. നമ്മുടെ കണ്ണുകളെ ദിവസം അടയ്ക്കാമോ? ഒരു നിമിഷം പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, സ്നേഹവാനായ ഞങ്ങളുടെ നല്ല ദൈവമേ, അനുഗ്രഹം പ്രശാന്തവുമായ നല്ല പ്രഭാതത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഈ പ്രഭാതവും ഈ ശബ്ദം ശ്രവിക്കുന്ന എല്ലാ ദൈവദാസന്മാരെ വാത്സല്യ കുഞ്ഞുങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇന്ന് പ്രഭാതം ദൈവം ആദരിക്കുന്ന, തൻ്റെ കുഞ്ഞുങ്ങളെ ആദരിക്കുന്ന പകലായി മാറട്ടെ. എത്രയോ നാളുകളായി പ്രാർത്ഥന വിഷയങ്ങൾ മറുപടി ലഭിക്കാതെ ഭാരപ്പെടുന്ന അങ്ങയുടെ കുഞ്ഞുങ്ങൾക്ക് ഒരു ആദരവിൻ്റെ പകലായി മാറട്ടെ. പരിശുദ്ധാത്മാവ് അങ്ങനെ ചെയ്യുന്നതിനായി സ്തോത്രം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമേൻ. ഇന്ന് പ്രഭാതവും അങ്ങയുടെ കുഞ്ഞുങ്ങളെയെല്ലാം അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും. ആത്മീയ ഭൗതിക നന്മ നൽകി മാനിക്കണം, ആദരിക്കണം, അനുഗ്രഹിക്കണം. മഹത്വം പങ്കെടുക്കണം യേശുവിൻ്റെ നാമത്തിൽ. കൃപയോടെ പ്രാർത്ഥന കേൾക്കണമേ സ്വർഗീയ നല്ല പിതാവേ. ആമേൻ, ആമേൻ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു. ദൈവം എല്ലാവരും ഈ പ്രഭാതം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.